Hi all, welcome back to Vino Talks. ശത്രു ആരായിരുന്നാലും അവർക്കെതിരെ നിങ്ങൾക്കൊരു പിൻഗാമിയുണ്ട്. ഓർമ്മയുണ്ടോ ഈ ഡയലോഗ്? രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പിൻഗാമി എന്ന ചിത്രം റിലീസായിട്ട് ഇന്നത്തേക്ക് 30 വർഷം തികയുകയാണ്. മോഹൻലാൽ എന്ന നടനെ ഓർക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രം കൂടിയാണ് പിൻഗാമി എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ മൂവിയാണ്. ശത്രു ആരായിരുന്നാലും അവർക്കെതിരെ നിങ്ങൾക്കൊരു പിൻഗാമിയുണ്ട്. ഈ ഡയലോഗ് അന്നൊക്കെ ഒരുപാട് ആഘോഷിച്ചൊരു ഡയലോഗാണ്. പക്ഷേ അന്നത്തെ തലമുറ ഇന്നും ആ പടവും ആ പടത്തിലെ ഡയലോഗും ആ പടത്തിലെ നമ്മുടെ ലാലേട്ടൻ്റെ മിലിറ്ററി കഥാപാത്രവും പിന്നെ നമ്മുടെ കുമാരേട്ടനായിട്ടുള്ള തിലകൻ്റെ കഥാപാത്രവും പിന്നെ എടുത്തു പറയേണ്ട നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രവും ഇതെല്ലാം പിന്നെ പൂച്ചക്കണ്ണനായിട്ടുള്ള വില്ലൻ, ഇതെല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി കോംബോ ആയിട്ടുള്ള മൂവിയാണ്. ആ പടമൊക്കെ ഒരുപക്ഷെ ഇന്നത്തെ കാലത്തായിരുന്നു ഇറങ്ങിയതെങ്കിൽ ആ പടമൊക്കെ നന്നായിട്ട് ഓടുമായിരുന്നു. അന്ന് ആ പടത്തിന് വേണ്ടത്ര ഒരു വിജയം നേടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്നായിരുന്നു അത്തരത്തിലൊരു പടം ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായും അതൊരു വലിയ വിജയമായി മാറുമായിരുന്നു. അത്രയ്ക്കും നല്ലൊരു കഥയും ആക്ഷനും കോമഡിയും എല്ലാം കൊണ്ടും നല്ലൊരു പാക്കേജാണ് ആ മൂവി. മോഹൻലാലിൻ്റെ ഹോം പ്രൊഡക്ഷനായ പ്രണവം ബാനറിൽ നിർമ്മിച്ച പിൻഗാമി പ്രണവം ബാനറിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ മൂവിയാണ് എന്ന പ്രത്യേകത കൂടി പിൻഗാമിക്കുണ്ട്. മാത്രവുമല്ല, കുടുംബകഥകളുടെ സംവിധായകൻ എന്നറിയപ്പെടുന്ന സത്യൻ അന്തിക്കാട് 1989 വേണു നാഗവള്ളിയുടെ തിരക്കഥയിൽ വന്ന അർത്ഥം എന്ന മമ്മൂട്ടിയെ നായകനാക്കി ഇറക്കിയ മറ്റൊരു സൂപ്പർ ഹിറ്റ് മൂവിക്ക് ശേഷമാണ് പിൻഗാമി എന്ന ഒരു ആക്ഷൻ ചിത്രം നമ്മുടെ മോഹൻലാലിനെ വെച്ച് ചെയ്യുന്നത്. തൻ്റെ സ്ഥിരം നായകനായിരുന്ന മോഹൻലാലിനെ വെച്ച് സത്യൻ അന്തിക്കാട് ഒരേ ഒരു ആക്ഷൻ ചിത്രം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതാണ് പിൻഗാമി. പിൻഗാമിക്ക് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കോംബോയിൽ 2006 രസതന്ത്രം എന്ന മൂവി ഉണ്ടാകുന്നത്. പുനീത് ഇസ്താർ, ജഗതി ശ്രീകുമാർ, തിലകൻ, സുകുമാരൻ, ഇന്നസെന്റ്, കനക, ശാന്തി കൃഷ്ണ, ജനാർദ്ദനൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരായിരുന്നു പിൻഗാമിയിലെ മറ്റ് കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. എല്ലാവരുടെയും പ്രകടനം ഈ സിനിമയിൽ ഒന്നിനൊന്ന് മികച്ചതാണ് എന്ന് വേണം പറയാൻ. ഇന്നിറങ്ങുന്ന പല കഥകളെയും കഥാപാത്രങ്ങളെയും പലരും മറക്കുമെങ്കിലും പിൻഗാമി പോലുള്ള സിനിമകളിലെ കഥയും കഥാപാത്രങ്ങളും ഇന്നും പലരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. അത്രമാത്രം ജീവനിട്ടതായിരുന്നു പിൻഗാമി എന്ന സിനിമ. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ വിനീഷ്, സൈനിങ് ഓഫ്.